നമസ്കാരം, സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ഭൂമി കയ്യേറ്റം. ഹൈക്കോടതി വ്യാജമെന്ന് കണ്ടെത്തി പട്ടയം റദ്ദാക്കുകയും സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത ഭൂമിയാണ് വീണ്ടും കയ്യേറുന്നത്. ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി ഭൂരിഭാഗവും സർക്കാർ പുറമ്പോക്കെന്ന താലൂക്ക് സർവേയറുടെ റിപ്പോർട്ട് കളക്ടർക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. ഇടുക്കിയിലെ വാത്തിക്കുടി, കൊന്നത്തടി, നെടുങ്കണ്ടം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബഥേൽ പാലം തകർന്നിട്ട് 1 വർഷത്തോളം ആവുമ്പോഴും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. പീരുമേട് പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ഭൂമി കയ്യേറ്റം. ഹൈക്കോടതി വ്യാജമെന്ന് കണ്ടെത്തി പട്ടയം റദ്ദാക്കുകയും സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത ഭൂമിയാണ് വീണ്ടും കയ്യേറുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. സംഭവത്തിൽ CPM പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. തഹസിൽദാരുടെ ഉത്തരവും ഹൈക്കോടതി വിധിയും കാറ്റിൽ പറത്തിയാണ് കയ്യേറ്റം നടക്കുന്നത് എന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചിന്നക്കനാൽ വില്ലേജിൽ വീണ്ടും ഒരു ഭൂമി കയ്യേറ്റം കൂടി. ഇടുക്കിയിലെ ഭൂമാഫിയയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും കൈകോർത്തപ്പോൾ സർക്കാരിനു നഷ്ടപ്പെടുന്നത് കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമിയാണ്. ചിന്നക്കനാൽ വില്ലേജിലെ LA നമ്പർ 24/70 ഉൾപ്പെട്ടതും തണ്ടപ്പേര് നമ്പർ 17-18 പെട്ടതുമായ റവന്യൂ ഭൂമിയാണ് ഇപ്പോൾ കയ്യേറ്റക്കാരുടെ പിടിയിലായിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ വർഗീസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്ന ഈ ഭൂമിയുടെ പട്ടയം വ്യാജമാണെന്ന് 2010 ഹൈക്കോടതി കണ്ടെത്തുകയും തുടർന്ന് സർക്കാർ ഈ ഭൂമി പൂർണ്ണമായും ഏറ്റെടുത്ത് റവന്യൂ ഭൂമിയാക്കി മാറ്റുകയും ചെയ്തതാണ്. വ്യാജമായി ചമച്ച പട്ടയവും തണ്ടപ്പേരും റദ്ദാക്കിക്കൊണ്ട് തഹസിൽദാർ കൃത്യമായ ഉത്തരവും ഇറക്കിയിരുന്നു. എന്നാൽ ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും തങ്ങൾക്ക് അനുകൂല ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്ന വ്യാജ പ്രചാരണം നടത്തിയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടെ അതിക്രമിച്ചു കയറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2010 ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് സർക്കാർ ഏറ്റെടുക്കുകയും പട്ടയം റദ്ദാക്കുകയും ചെയ്ത സ്ഥലമാണിത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എന്ന് തെറ്റായ വാഗ്ദാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സ്ഥലം വെട്ടിത്തെളിച്ച് വ്യാപകമായ കയ്യേറ്റം നടത്തുകയാണ്. ഇതിന്റെ പിന്നിൽ CPMന്റെ പ്രാദേശിക നേതാവിന്റെ ഗൂഢാലോചനയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ അടിയന്തിരമായി ഇടപെട്ട് ഈ ഭൂമി സംരക്ഷിക്കണം. ഭവനരഹിതരായ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഈ ഭൂമി വീടുവെക്കാൻ നൽകണമെന്നും കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വേൽമണി പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചകളിലായി ഈ സ്ഥലം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എന്ന് തെറ്റായ വാഗ്ദാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സ്ഥലം തെളിച്ചെടുത്ത് വ്യാപകമായ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ CPMന്റെ പ്രാദേശിക നേതാവിൻ്റെ ഗൂഢാലോചനയും ഇത് ഡോക്ടർ വർഗീസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ആയിരുന്നു. ആ വ്യക്തി ഈ സ്ഥലം ഉപേക്ഷിച്ച് ഗവൺമെൻറ് ഏറ്റെടുക്കുകയുണ്ടായി. ഭൂമി കയ്യേറ്റത്തിനെതിരെ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി ശാന്തൻപാറ പോലീസ് ഇൻസ്പെക്ടർക്കും ദേവികുളം സബ് കളക്ടർക്കും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. ലയങ്ങളിൽ ദുരിതജീവിതം നയിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് നൽകാതെ ഭൂമാഫിയയ്ക്ക് റവന്യൂ ഭൂമി തട്ടിയെടുക്കാൻ അധികാരികൾ കൂട്ടുനിന്നാൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സിറ്റിവിഷൻ രാജകുമാരി. സർക്കാർ ഭൂമി കയ്യേറിയ ഷെഡുകൾ പൊളിച്ചു നീക്കി. മൂന്നാർ MG നഗറിന് സമീപം കഴിഞ്ഞ ദിവസങ്ങളിലായി സ്ഥലം കയ്യേറി നിരവധി ആളുകൾ ഷെഡുകൾ നിർമ്മിച്ചിരുന്നു. ദേവികുളം സബ് കളക്ടറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് 20-ലധികം ഷെഡുകളാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കിയത്. 2024 പെയ്ത കനത്ത മഴയെ തുടർന്ന് ലക്ഷം നഗറിന് സമീപത്തെ മണ്ണിടിച്ചിലുണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെയുള്ള 7ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസം MG നഗറിന് സമീപം ഈ 7ഓളം കുടുംബങ്ങൾ സർക്കാർ ഭൂമിയിൽ കയറി ഷെഡുകൾ സ്ഥാപിച്ചു. ഈ ഷെഡുകൾ റവന്യൂ സംഘം പൊളിച്ചു നീക്കിയിരുന്നു. ഷെഡുകൾ പൊളിച്ചതിൽ പ്രതിഷേധിച്ച് വീടും സ്ഥലവും ആവശ്യപ്പെട്ട് ദേവികുളം സ്പെഷ്യൽ റവന്യൂ ഓഫീസിനു മുന്നിൽ 7 കുടുംബങ്ങൾ രാപ്പകൽ സമരം നടത്തി. തുടർന്ന് ഇവർ കോടതി ഉത്തരവ് സമ്പാദിക്കുകയും റവന്യൂ സംഘം ഒഴിപ്പിച്ച സ്ഥലത്ത് വീണ്ടും ഷെഡുകൾ സ്ഥാപിച്ചു.
ഇതോടെ സമീപത്തെ വീടില്ലാത്തവരും വീടുള്ളവരുമായ ആളുകൾ സ്ഥലത്തെത്തി സർക്കാർ ഭൂമിയിൽ ഷെഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്നാണ് ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഫയർഫോഴ്സ് സംഘത്തിന്റെ സഹായത്തോടെ സ്പെഷ്യൽ തഹസിൽദാർ ഗായത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന 20-ലധികം ഷെഡുകൾ പൊളിച്ചു നീക്കിയത്. മൂന്നാർ MG കോളനി മേഖലയിൽപ്പെട്ട ഒത്തിരിയധികം സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേയുടെ മറവിൽ അവർക്ക് കൈവശാവകാശം കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ആൾക്കാർ കുറച്ച് നാളായി പുറമ്പൊക്കെ കയ്യേറി ഷെഡുകൾ കെട്ടുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യം പൊളിച്ച് നീക്കിയിട്ടും അത് വീണ്ടും അവർ കെട്ടുകയും അതിൽ കുറച്ച് പേര് കോടതി സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കെട്ടിടങ്ങൾ എത്രയും പെട്ടെന്ന് പൊളിച്ച് മാറ്റേണ്ടതുണ്ട്. കാരണം ഇതിൽ കുറച്ചധികം സ്ഥലം ഗവൺമെൻറ് കോളേജിന് വേണ്ടി നേരത്തെ ഏറ്റെടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ സബ് കളക്ടർ ദേവികുളത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്നതെല്ലാം പൊളിച്ചു മാറ്റുകയാണ്. അതേസമയം വർഷങ്ങളായി തങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും സ്വന്തമായി ഒരു വീടില്ലെന്നും ഷെഡിൽ താമസിക്കുന്ന കുടുംബങ്ങളും പ്രതികരിച്ചു. எனக்கு வீடு வாசம் கூட இல்லாம நாங்க வாடகை வீட்டுல இருந்து 6000-7000 அடைச்சு சாகுறோம். பாத்ரூமுக்கு கழுவி கஷ்டப்பட்டு நாங்க செய்யறோம். இந்த செட்டை வந்து இப்படி செஞ்சுட்டாங்க. எவ்வளவோ பைசாம முடக்கினாங்க. இதோட 3 தடவை உடைச்சிட்டாங்க. எங்களுக்கு ஒரு நல்ல முடிவு எடுத்து கொடுக்க சொல்லுங்க. കോടതി വിധി സമ്പാദിച്ച 7ഓളം ഷെഡുകൾ ഒഴികെ ബാക്കി എല്ലാം ഷെഡുകളും റവന്യൂ സംഘം പൊളിച്ചു നീക്കി. സർക്കാർ ഭൂമി കയ്യേറി വിൽപ്പന നടത്തുന്നവർക്കെതിരെയും സർക്കാർ ഭൂമി കയറുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ സംഘം വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി ഭൂരിഭാഗവും സർക്കാർ പുറമ്പോക്കെന്ന് താലൂക്ക് സർവേയറുടെ റിപ്പോർട്ട് കളക്ടർക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചതായാണ് സൂചന. ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവേശന ഭാഗം മാത്രമാണ് പട്ടയഭൂമിയിലെന്നും ബാക്കി തൂണുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണെന്നുമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത്. ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി ഭൂരിഭാഗവും സർക്കാർ പുറമ്പോക്കെന്ന് താലൂക്ക് സർവേയറുടെ റിപ്പോർട്ട് കളക്ടർക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചതായാണ് സൂചന. ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവേശനഭാഗം മാത്രമാണ് പട്ടയഭൂമിയിലെന്നും ബാക്കി തൂണുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്നത് പുറമ്പോക്ക് ഭൂമിയിലാണെന്നുമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത്. ഇതോടെ ഗ്ലാസ് ബ്രിഡ്ജിന് പ്രവർത്തന അനുമതി നൽകുന്നത് കൂടുതൽ പ്രതിസന്ധിയിലായി. കഴിഞ്ഞ ഏപ്രിൽ 19-നാണ് ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിന് അനുമതി നൽകുന്ന കാര്യത്തിൽ കലക്ടർ 1 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. അനുമതിയില്ലാതെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് കലക്ടർ നൽകിയ നോട്ടീസ് തടയണമെന്ന ആവശ്യം തള്ളിയതിനെതിരെ നടത്തിപ്പുകാരായ കമ്പനി നൽകിയ ഹർജിയിലായിരുന്നു കോടതി ഉത്തരവ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ നടന്ന യോഗത്തിൽ ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തന തടസ്സം സംബന്ധിച്ച് ജില്ലാ കലക്ടർ വിശദീകരിച്ചിരുന്നു. നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ നിർമ്മാണം നിർത്തിവെക്കാനാവശ്യപ്പെട്ട് വിവിധ വകുപ്പുകൾ നോട്ടീസ് നൽകിയെങ്കിലും ഇവ അവഗണിച്ച് ബലമായി നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നുവെന്നും പിന്നീട് പ്രശ്നമായപ്പോഴാണ് അനുമതി തേടി വന്നതെന്നും കലക്ടർ മന്ത്രിയോട് വിശദീകരിച്ചിരുന്നു. സിറ്റി വിഷൻ, ആനച്ചാൽ. ഇടുക്കിയിലെ വാത്തിക്കുടി, കൊന്നത്തടി, നെടുങ്കണ്ടം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബഥേൽ പാലം തകർന്നിട്ട് 1 വർഷത്തോളമാകുമ്പോഴും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. വൈദ്യുതി വകുപ്പ് കല്ലാർ ഡൈവേർഷൻ ഡാം അപ്രതീക്ഷിതമായി തുറന്നുവിട്ടതാണ് പാലവും പാലത്തിലേക്കുള്ള ഇരുവശത്തെ റോഡുകളും തകരാനിടയായത്. 2000-ലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന പാലം വീണ്ടും നിർമ്മിക്കാനായി നിരവധി തവണ ജനപ്രതിനിധികളെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇടുക്കി, ഉടുമ്പൻചോല എന്നീ 2 നിയോജകമണ്ഡലങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ചിന്നാർപുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ് കഴിഞ്ഞ നവംബറിൽ തകർന്നത്. വൈദ്യുതി വകുപ്പിന്റെ കല്ലാർ ഡൈവേർഷൻ ഡാം അപ്രതീക്ഷിതമായി തുറന്നുവിട്ടതിനെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിലാണ് പാലവും ഇരുവശത്തെ റോഡുകളും തകർന്നത്. അതിർത്തി പഞ്ചായത്തുകളായ കൊന്നത്തടി, വാത്തിക്കുടി, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ 2000-ഓളം കുടുംബങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന പാലമാണിത്. പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിരവധി തവണ ജനപ്രതിനിധികളെ സമീപിച്ചെങ്കിലും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടായില്ലെന്നാണ് ആരോപണം. ഭയങ്കര മഴയായിരുന്നു. അതിൻ്റെ പേര് കല്ലാർ ഡാം തുറന്നിട്ട് പേര് ബഥേൽ കുരിശടി പാലം, നിരവധി പാലങ്ങൾ നടന്നു. നിരവധി ആൾക്കാർക്ക്, അതായത് ഇവിടെ SNDP ഉൾപ്പെടെ അമ്പലം ഉൾപ്പെടെ 650ഓളം ക്രൈസ്തവരുൾപ്പെടെയുള്ള പള്ളിയിൽ പോകാനും വരാനുമൊക്കെ 5-6 കിലോമീറ്റർ ഇഞ്ഞ് വണ്ടി ഓടി വേണം അവർക്ക് അവിടെ എത്താനും, അവർക്ക് ആശുപത്രി പോകാനും. നിരവധി പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളിലും അവരിപ്പം ഭയങ്കര അതിൻ്റെ നവംബർ 9-നാണ് ഈ സംഭവം സംഭവിച്ചത്. ഇതുവരെ അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ല. അതിന് ഞങ്ങളിവിടെ വന്ന നിരവധി ജനപ്രതിനിധികളുമായിട്ട് ബന്ധപ്പെടുകയും അവരോടൊന്ന് ഞങ്ങൾ നിവേദനമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
അത് എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് ഒരു എളിയ കർഷകൻ എന്ന നിലയിൽ ആവശ്യപ്പെടുകയാണ്. യാത്ര തടസ്സപ്പെട്ടതോടെ നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രദേശവാസികളെല്ലാം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പെരിഞ്ചാക്കുട്ടി, ചെമ്പകപ്പാറ ഭാഗങ്ങളിലൂടെയാണ് മറുകര കടക്കുന്നത്. ജനപ്രതിനിധികളോട് എല്ലാവരും ഞങ്ങൾ പലതവണ നിരവധി അപേക്ഷകളും നിവേദനങ്ങളും നൽകി. ഇതുവരെയും കഴിഞ്ഞ 7-8 മാസമായി ഈ പാലത്തിന് നിർമ്മാണം തുടങ്ങാനുള്ള യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ല. എത്രയും വേഗം ഈ പാലം പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിക്കൊടുക്കണമെന്ന് ബദേൽ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികൃതരും ബോധപൂർവമായി നിസ്സംഗത പുലർത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. പുതുതായി ചുമതലയേറ്റ ജനപ്രതിനിധികളെങ്കിലും അടിയന്തരമായി ഇടപെട്ടു പാലം നിർമ്മിച്ച് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. പീരുമേട് പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ആളപായമൊന്നും ഉണ്ടായില്ല. സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ 5 നിലയും പില്ലറിലാണ് നിർമ്മിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ. ഇതിനിടെയാണ് കെട്ടിടം തകർന്നു വീണത്. കെട്ടിടം തകർന്നു വീണ സമയത്ത് ഇതിനുള്ളിൽ ആളുകളില്ലാത്തതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവമുണ്ടാകുന്നത്. കെട്ടിട നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് കെട്ടിടം തകരാൻ കാരണമെന്നാണ് നിഗമനം. കൊട്ടാരക്കര ഡെണ്ടിഗൽ ദേശീയപാതയിൽ പീരുമേട് ടൗണിൽ തിരുഹൃദയ ദേവാലയത്തിന് എതിർവശമാണ് കെട്ടിടം നിർമ്മിച്ചിരുന്നത്. റോഡിന്റെ ഒരു വശത്ത് താഴ്ചയിൽ നിന്നാണ് കെട്ടിടം നിർമ്മിച്ചു വന്നിരുന്നത്. റോഡിൽ നിന്നും വിട്ടുനിർമ്മിച്ചതിനാൽ ഇതിന്റെ മുൻവശത്ത് മണ്ണിട്ട് നികത്തിയിരുന്നു. ശക്തമായ മഴ പെയ്ത സമയത്ത് മണ്ണ് ഇരുന്നതാകാം കെട്ടിടം ഇടിയാൻ കാരണമെന്നും നിഗമനമുണ്ട്. ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് ആദ്യം വിവരമറിഞ്ഞത്. അപ്പോൾ 3:30 ഭയങ്കര ഉച്ചയോട് കൂടി ഭയങ്കര സൗണ്ടായിരുന്നു. വെളിയിൽ നിന്ന് നോക്കിയപ്പോൾ ഫുള്ളും തകർന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഞാനും ഒന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഫുള്ളും ഇങ്ങനെ തകർന്ന് അതിരാവിലെ 3:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3:30 മണിക്ക് ഇടിമുഴക്കം ഒരു ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ കെട്ടിടം താഴോട്ട് വരുന്നതാണ്. കെട്ടിടം താഴേക്ക് വന്ന് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഉൾപ്പെടെ പതിച്ച് താഴോട്ട് ഇപ്പോൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ താമസിക്കുന്ന കെട്ടിടം സൈഡിലേക്ക് ഇടിച്ച് നിൽക്കുകയാണ്. ഈ കെട്ടിടം അശാസ്ത്രീയമായ പിഴവ് സംബന്ധിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം താഴെ പോയത്. ഇതിൻ്റെ സർക്കാരിൻ്റെ പെർമിറ്റ് 2 സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. ഈ കെട്ടിടം ഇപ്പോൾ 5 സ്റ്റോറേജ് 5 നില കെട്ടിടമാണ് ഇപ്പോൾ താഴെ പോയിരിക്കുന്നത്. അതിൻ്റെ പിഴവ് അധികൃതർ ഇത്രയും വേഗം പരിശോധിക്കേണ്ടത്. പാമ്പനാർ സ്വദേശിയായ ആഗ്നലിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണിത്. ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് സമീപത്ത് ആളുകൾ താമസിക്കുന്ന മറ്റു വീടുകളുമുണ്ട്. ഇവിടെയെല്ലാം താമസക്കാരുമുള്ളതാണ്. ഇടിഞ്ഞ സമയത്ത് ഈ ഭാഗത്തേക്ക് കെട്ടിടം പതിക്കാതിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. സിറ്റി വിഷൻ, പീരുമേട്. ഇടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ, രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ
ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന അടിച്ചു തകർത്തു. മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ താമസക്കാരനായ ദിനകരന്റെ കാറാണ് പടയപ്പ തകർത്തത്. ഒരു ഘട്ടത്തിൽ മൂന്നാർക്കാരുടെ പ്രിയപ്പെട്ട കാട്ടാനയായിരുന്നു പടയപ്പയെങ്കിൽ ഇന്ന് മൂന്നാറുകാർക്ക് പടയപ്പ പേടി സ്വപ്നമായി മാറുകയാണ്. നാളുകളായി കാട് കയറാതെ ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാന വ്യാപക നാശനഷ്ടങ്ങളാണ് വരുത്തുന്നത്. അതിലേറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറ് പടയപ്പ അടിച്ചു തകർത്തത്. നല്ലതണ്ണി എസ്റ്റേറ്റിലെ ദിനകരന്റെ കാറാണ് തകർത്തത്. കൊമ്പുകൊണ്ട് കുത്തിയും തുമ്പിക്കൈക്കടിച്ചും ചവിട്ടിയും കാറിന്റെ ചില്ലുകളും മുകൾ ഭാഗവും പൂർണ്ണമായി തകർത്തു. മുമ്പ് ഏറെ ശാന്തനായിരുന്ന കാട്ടാനയായിരുന്നു പടയപ്പയെങ്കിൽ ഇപ്പോൾ ആക്രമണ സ്വഭാവം കൈവരിച്ചിരിക്കുകയാണ്. ഇതാളുകളിൽ വലിയ ആശങ്കയും ഉയർത്തുന്നുണ്ട്. അതേസമയം ആക്രമണകാരിയായി മാറിയ പടയപ്പയെ ജനവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് തുരുത്തണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സിറ്റി വിഷൻ മൂന്നാർ. ഇന്ധനവില വർധനവിനെതിരെ അടിമാലിയിൽ പ്രതിഷേധം. CPMന്റെ നേതൃത്വത്തിൽ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച അടിമാലി പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഇന്ധനത്തിന്റെ വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നുവെന്നാരോപിച്ചും വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാരുകളുടെ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു അടിമാലിയിൽ CPM പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടിക്ക് മുന്നോടിയായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടന്നു. നിരവധി പ്രവർത്തകർ മാർച്ചിന്റെ ഭാഗമായി. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഭാഗമായി നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചപ്പോ 2004 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ MP-മാർ പരാജയപ്പെടുത്തി പാർലമെന്റ് അംഗസംഖ്യ കുറപ്പിച്ചു. പണിപണിയായി ഇടതുപക്ഷ പാർട്ടിയുടെ അംഗസംഖ്യ കുറപ്പിക്കാൻ നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി എന്താണ് ഇപ്പോഴും അമ്മനും തൊമ്മനും ഒന്നായിട്ടുണ്ട്. തൊമ്മന്റെ മക്കളാണ്, രണ്ടുപേരുമാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിനോടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ രാജ്യത്തെ അനിയന്ത്രിത ഇന്ധനവില വർധനവ് നിയന്ത്രിക്കാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് പ്രതിഷേധ സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ മാർച്ചിലും യോഗത്തിലും നേതാക്കളായ TK ഷാജി, ചാണ്ടി P അലക്സാണ്ടർ, CD ഷാജി, KR ജയൻ, TK സുധേഷ് കുമാർ, തേജസ് K ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി. സിറ്റി വിഷൻ അടിമാലി. രാജക്കാട് ടൗണിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരവുമായി അധികൃതർ രംഗത്ത്. ടൗണിൽ ജൂൺ 1-ാം തീയതി മുതൽ പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായി രാജക്കാട് ടൗണിൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചു. ടൗണിൽ ബസ്സുകൾ നിർത്തേണ്ട കൃത്യമായ സ്ഥലങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, നോ പാർക്കിംഗ്, പാർക്കിംഗ്, വൺ വേ എന്നിവ അടയാളപ്പെടുത്തുന്ന നടപടികൾ പൂർത്തീകരിച്ചു. അധികൃതരും മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. രാജക്കാട് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുടിയിൽ നേതൃത്വം വഹിച്ചു. രാജാക്കാട് ടൗണിൽ നാളുകളായി തുടരുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും തടസ്സങ്ങൾക്കും വിരാമമിടാനാണ് പുതിയ ട്രാഫിക് പരിഷ്കാരം ലക്ഷ്യമിടുന്നത്.
ജൂൺ 1 മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ടൗണിലെ വിവിധ ഇടങ്ങളിൽ ബസ് സ്റ്റോപ്പുകൾ തരംതിരിച്ച് അടയാളപ്പെടുത്തുന്ന ജോലികൾ നോ പാർക്കിംഗ് പൂർത്തിയായി. എവിടെയൊക്കെ ബസ്സുകൾ നിർത്തണം, എവിടെയൊക്കെ പാർക്കിംഗ് അനുവദിക്കാം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ പ്ലാൻ തയ്യാറാക്കിയാണ് അധികൃതരുടെ നീക്കം. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴിയിൽ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ടൗണിൽ അടയാളപ്പെടുത്തൽ നടപടികൾ പൂർത്തീകരിച്ചത്. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ. ജൂൺ 1 തീയതി മുതൽ ട്രാഫിക് നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതനുസരിച്ച് ബസ്സുകൾ പറയുന്നിടത്ത് മാത്രം സ്റ്റോപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ ടൗണിന് വാഹന ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നിർത്തുകയും ചെയ്താൽ ശക്തമായ നടപടി ഉണ്ടാകും. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പെറ്റി കേസ് ഉണ്ടാകും. അതുകൊണ്ട് വാഹനമായി ടൗണിൽ വരുന്ന മുഴുവൻ ആളുകളും ഈ ട്രാഫിക് നിയമങ്ങളിൽ യോജിച്ചുകൊണ്ട് രാജാക്കാടിന്റെ ടൗണിലുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്നാണ് വാർഡ് മെമ്പറിൽ എനിക്ക് പറയാനുള്ളത്. പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളോടൊപ്പം സജീവമായി രംഗത്തെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തി. വരും ദിവസങ്ങളിൽ ടൗണിൽ കൂടുതൽ കർശനമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും പുതിയ പരിഷ്കാരങ്ങളോട് പൊതുജനങ്ങളും വ്യാപാരികളും ബസ് ജീവനക്കാരും പൂർണ്ണമായി സഹകരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ജൂൺ 1 മുതൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. സിറ്റി വിഷൻ, രാജാക്കാട്. ലഹരിമുക്ത സമൂഹത്തിനായി വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തി ഇടുക്കി പോലീസ്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ പ്രോജക്ടിന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തപ്പെട്ടു. തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സിജോ വർഗീസ് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസ് പ്രോജക്ടിന്റെ മോട്ടിവേഷൻ സെല്ലിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ അജി അരവിന്ദ് ക്ലാസ് നയിച്ചു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് റിലേഷൻ ഓഫീസറായ സബ് ഇൻസ്പെക്ടർ ശ്രീ ബിജു വി എ, സ്കൂൾ മാനേജർ ഫാദർ ആൽഫ്രഡ്, ഹെഡ് മാസ്റ്റർ ശ്രീ സജി മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,310 രൂപ, പവന് 1,14,480 രൂപ, വെള്ളി ഗ്രാമിന് 285 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ഭൂമി കയ്യേറ്റം. ഹൈക്കോടതി വ്യാജമെന്ന് കണ്ടെത്തി പട്ടയം റദ്ദാക്കുകയും സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത ഭൂമിയാണ് വീണ്ടും കയ്യേറുന്നത്. ആനച്ചാലിലെ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന ഭൂമി ഭൂരിഭാഗവും സർക്കാർ പുറമ്പോക്കെന്ന താലൂക്ക് സർവേയറുടെ റിപ്പോർട്ട് കളക്ടർക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. ഇടുക്കിയിലെ വാത്തിക്കുടി, കൊന്നത്തടി, നെടുങ്കണ്ടം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബഥേൽ പാലം തകർന്നിട്ട് 1 വർഷത്തോളം ആവുമ്പോഴും പുനഃസ്ഥാപിക്കാൻ നടപടിയില്ല. പീരുമേട് പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.